കണ്ണാ കണ്ണാ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഓഫീസ് സ്റ്റാഫുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടില്ല, പ്രത്യേകിച്ച് ഹസ്ബൻഡിന്റെ ഇന്ന് കിട്ടുമ്പോ. നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ ആശാജിയുടെ ഓഫീസിനകത്താണ്. നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ ആയതിനു ശേഷമുള്ള ആദ്യത്തെ വിഷുവാണ്. എന്ത് തോന്നുന്നു? വിഷു ഒരുപാട് വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. പ്രത്യേകിച്ച് കൈനീട്ടം തന്നെയാണ്. കാരണം അച്ഛന്റെയും അമ്മയുടെയും ഹസ്ബൻഡിന്റെയും കയ്യിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടം അതിന് ഇച്ചിരി മധുരം കൂടും. പ്രത്യേകിച്ച് ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ കുറച്ചുകൂടി മധുരം കൂടും. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വിഷു എന്ന് ഓർക്കുമ്പോൾ എനിക്കത് തന്നെയാണ് പ്രത്യേകിച്ച് ഡെപ്യൂട്ടി മേയർ ആയതുകൊണ്ടൊരു പ്രത്യേകത അങ്ങനെ പറയാനില്ല. കാരണം സ്റ്റാഫുകളും ഒക്കെ ഇപ്പൊ നമുക്ക് അവധിയാണ്. വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് അവധി ദിവസമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും എന്റെ കുറച്ച് സ്റ്റാഫ് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ എനിക്ക് വിഷുവിന് മുന്നേ തന്നെ അതായത് മറ്റന്നാൾ നാളെ വിഷു ആണെങ്കിൽ വിഷുവിന് മുന്നേ തന്നെ എനിക്ക് കൈനീട്ടം തന്നിട്ടാണ് പോയത്. അപ്പൊ എനിക്ക് അതൊക്കെ ഒരു ഭയങ്കര സന്തോഷം. അത് ആദ്യമായിട്ടാണ്. അപ്പോ കൗൺസിലറായിരുന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഓഫീസ് സ്റ്റാഫുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടില്ല. അപ്പൊ അതൊരു സന്തോഷം, വളരെ സന്തോഷം. കാരണം പറഞ്ഞാൽ ഒരു അനിയത്തിയെ പോലെ കണ്ട് എനിക്ക് കൈനീട്ടം തന്നിട്ടാണ് ചേട്ടന് പോയത്. അപ്പോ അതൊക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നു. പിന്നെ ഡെപ്യൂട്ടി മേയർ ആയ ശേഷം ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ കൂടി. ഇപ്പൊ നമുക്ക് പണ്ടൊക്കെ വിഷു ആകുമ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് ആഘോഷിക്കാം, കണി കണ്ട് കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് ആഘോഷിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് ആഘോഷിക്കാം. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ മുതൽ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പൊ വീട്ടുകാരോടൊപ്പം കൂടുതൽ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം. പക്ഷെ കൂടുതൽ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല. അപ്പൊ അത് ഇച്ചിരി ഒരു അത് തന്നെയാണ്. അല്ലാതെ വേറെ ഒരു പ്രത്യേകതയും ഇല്ല. സമയത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണേ, ഡെപ്യൂട്ടി മുമ്പും കൗൺസിലറൊക്കെ ആയിരുന്നു. പക്ഷെ ഡെപ്യൂട്ടി മേയർ എന്ന് പറയുമ്പോൾ വലിയൊരു ചുമതലയാണല്ലോ. എങ്ങനെയാണ് കുടുംബവും അപ്പൊ ഇതും എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്നത്? എത്രത്തോളം ചലഞ്ചിങ് ആണ്? അത് വളരെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഇപ്പൊ ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വൈറ്റൽ പാർട്ടാണ് ഫാമിലി എന്ന് പറയുമ്പോൾ. തീർച്ചയായിട്ടും ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ ഏതൊരു മേഖലയിലായാലും നമുക്ക് മുന്നോട്ട് വരാൻ ഫാമിലിയുടെ സപ്പോർട്ട് കൂടി ഉണ്ടായേ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി ഉണ്ട്. ഹസ്ബൻഡ് ആയാലും കുട്ടികളായാലും അച്ഛനായാലും അമ്മയായാലും ഞങ്ങൾ വലിയൊരു അച്ഛനും അമ്മയും അമ്മൂമ്മയും ഒക്കെ ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. കാരണം അവർക്കറിയാം എന്റെ തിരക്ക്. ആദ്യമൊക്കെ തന്നെ അവർ വിചാരിക്കും ഇത്രത്തോളം തിരക്കുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് മനസ്സിലാവാത്ത സാഹചര്യമായിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് തന്നെ അറിയാം. കാരണം ഒരുപാട് തിരക്ക് നമ്മുടെ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ തിരുവനന്തപുരം പോലൊരു നഗരസഭയുടെ ഒരു വലിയൊരു ഉത്തരവാദിത്വമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് അവർക്കറിയാം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഞാനില്ല എങ്കിൽ പോലും എന്റെ ഹസ്ബൻഡ് ആയാലും മക്കളായാലും ഒക്കെ തന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അങ്ങോട്ട് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ. അപ്പൊ നല്ല ഒരു സഹകരണത്തോടു കൂടി തന്നെ പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല. നന്നായിട്ട് പോകുന്നുണ്ട്. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ, എന്നെന്നും ചാത്താം ഞാൻ. കണ്ണാണിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, കണ്ണാണിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, കണ്ണാണിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, ഒന്നൂടെ ആടൂലേ. കണ്ണാ 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 കണ്ണാ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ, എന്നെന്നും ചാത്താം ഞാൻ. ഞാൻ ഈ പാട്ടാണ് സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. നന്നായിട്ടുണ്ട്. ഓക്കെ. ശരിക്കും പാട്ടിന്റെ ഒക്കെ തുടക്കം എപ്പോഴായിരുന്നു? സ്കൂളിലൊക്കെ പാടുമായിരുന്നു? പാട്ട് വലിയ പാട്ടുകാരിയൊന്നുമല്ല. പക്ഷെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്കൂളിലല്ല, ഞാൻ സ്കൂളിൽ തന്നെ ഒരു എന്താ പറയാ, എനിക്ക് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ പാട്ട് അഭ്യസിച്ചിട്ടുണ്ട്. ഭക്തിഗാന മേളയ്ക്കൊക്കെ ഞങ്ങള് കുട്ടികളായിട്ടൊക്കെ പോയിട്ടുണ്ട്.
കുറച്ച് ആ ഭാഗത്തുള്ള കുട്ടികളും ഒക്കെ തന്നെ ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നീട് ഞാൻ സ്പോർട്സിലോട്ടായിരുന്നു. 4th സ്റ്റാൻഡേർഡ് മുതൽ സ്പോർട്സിലോട്ട് ഇറങ്ങിയ ശേഷം നമുക്കിങ്ങനെ പാടിയൊക്കെ വരുമ്പോ അകാരം ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ബുദ്ധിമുട്ടായിട്ടൊക്കെ വന്നു. പിന്നീട് സൗണ്ട് ഒക്കെ തന്നെ മാറി, മോഡുലേഷൻ മാറി. അപ്പൊ പിന്നീട് നമുക്ക് ആ പാട്ട് ആ രീതിയിലോട്ടൊന്നും പാടാനും ഒക്കെ പറ്റാത്ത സാഹചര്യമായി. പിന്നീട് സ്പോർട്സ് തന്നെയായിരുന്നു കൂടുതൽ. 4th സ്റ്റാൻഡേർഡ് മുതൽ സ്പോർട്സ് തന്നെയായിരുന്നു. ഞാൻ മന്ന മെമ്മോറിയലിലാണ് പഠിച്ചത്. അപ്പോ അവിടെ ആ സ്കൂളിൽ ഞങ്ങള് മന്ന ട്രോഫി അങ്ങനെ ഫുൾ പ്രാക്ടീസും സ്പോർട്സ് ആയിട്ട് തന്നെ മാറി. പിന്നീട് സ്പോർട്സ് തന്നെയായിരുന്നു. 10th വരെ സ്പോർട്സിലോട്ട് തന്നെയായിരുന്നു. പിന്നീട് ആ പാട്ടിന്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാലും പിന്നെ സ്പോർട്സ് തന്നെയായിരുന്നു കൂടുതൽ ഇഷ്ടം. അതിലോട്ട് പോയി. അപ്പൊ പിന്നീട് പാട്ട് പഠിക്കാൻ അതിലോട്ട് കൂടുതൽ പോകാനും ഒന്നും സാധിച്ചിട്ടില്ല. എല്ലാത്തിലും ഒന്ന് കൈവച്ചല്ലേ? എല്ലാത്തിലും കൈവച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. പൊതുവെ എല്ലാവർക്കും ഒരു അഭിപ്രായമാണ്, എത്ര തിരക്കാണെങ്കിലും നമ്മുടെ മേയറും ഡെപ്യൂട്ടി മേയറും ആളുകളെ കേൾക്കാനൊക്കെ ആയിട്ട് സമയം കണ്ടെത്തുന്നുള്ളത്. അതെനിക്കിപ്പോ മനസ്സിലായി. ഇത്രയും ടൈം എനിക്ക് തന്നേനെ. അപ്പൊ ഞാൻ ഒരുപാട് ഇരുത്തി ഇതാക്കുന്നില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വസ്, ഒരു പുതു വർഷമാണ് 2026 എന്ന് പറയുമ്പോൾ. ഒരുപാട് പ്രതീക്ഷകളുടെ വർഷം, ഒരുപാട് മാറ്റങ്ങളുടെ വർഷം ഒക്കെ തന്നെ. അപ്പോൾ എന്തായാലും ഒരു പുതു പുലരി, നമ്മുടെ വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകളുടെയും പുരോഗതിയുടെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ തന്നെ ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുകയാണ്. പ്രത്യേകിച്ചും നല്ലൊരു പുരോഗതിയുടെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ, സമ്പൽ സമൃദ്ധിയുടെ, പുരോഗതിയുടെ, പ്രതീക്ഷയുടെ ഒക്കെ തന്നെ ഒരു വിഷു നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി.